ഞാൻ സോക്സ് കേൾസ് ട്രൈ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഹെയർ 2 സൈഡിലായിട്ട് പാർട്ട് ചെയ്തിട്ടുണ്ട്. ഡാം ഹെയർ ആണ്. അപ്പോൾ ഞാൻ ഒരു സെക്ഷൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് സോക്സ് വെച്ചിട്ട് കേൾ ചെയ്യാൻ നോക്കുന്നതാണ്. ഫസ്റ്റ് ഞാൻ സോക്സാണ് ഹെയറിൽ കേൾ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ സോക്സാണ് കേൾ ചെയ്തത്. പിന്നെയാണ് എനിക്ക് ബോധം വന്നത് സോക്സ് അല്ല കേൾ ചെയ്യേണ്ടത്, ഹെയർ സോക്സിനാണ് കേൾ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഞാൻ ഹെയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കേൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോൾ കുറച്ചുകൂടി കുറച്ചുകൂടി ഡിഫൈൻ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സോക്സ് അവിടെ വെച്ചിട്ട് ഹെയർ സോക്സിന് കേൾ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ കേൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹെയർ കേൾ ചെയ്യുന്നത്. യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് കണ്ടു, ഇങ്ങനെ കേൾ ചെയ്താൽ ഓവർനൈറ്റ് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഹെയർ നല്ല കേളായിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്താന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് എടുത്ത ആർട്ട് ഞാൻ മൊത്തത്തിൽ ആ സോക്ക്, അപ്പോൾ അതുപോലെ ഒരു സൈഡിൽ ഫുള്ളായിട്ടുള്ള ഹെയർ ഞാൻ സോക്സിൽ. ഓക്കെ, ഇതിപ്പം ഞാൻ ആ കേൾ ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ സോക്സ് മുകളിൽ നിന്ന് അഴിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ 2 സോക്സ് എടുത്ത് ഇവിടെ കെട്ടിവിടും. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സോക്സ് നമ്മളിങ്ങനെ ഹെയർ ബാൻഡ് പോലെ വെച്ചിട്ട് ആണ് ട്വിസ്റ്റ് ചെയ്ത് വെക്കേണ്ടതെന്ന് ബോധം വന്നു. അപ്പം അതവിടെ ശരിയാക്കി വെച്ചു. അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ട്വിസ്റ്റ് ചെയ്ത സംഭവം ഇങ്ങനെ വന്നിട്ട് ലൂസാവാൻ തുടങ്ങി. അപ്പം ഞാൻ അതങ്ങനെ തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലൊരു ബണ്ണാക്കി കെട്ടിവെച്ചു. അതവിടെ തന്നെ നല്ല സെക്യൂറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, മുകളിൽ നിന്ന് കുറച്ച് ലൂസായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നും എനിക്കങ്ങനെ കേൾസ് വേണമെന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ വിചാരിച്ചു അത് പോട്ടെ, എന്തായാലും ഇവിടെയൊക്കെ കേൾസ് ആവുമല്ലോ, അതവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും അനക്കില്ല, അങ്ങനെ തന്നെ വെച്ചു. കിടന്നുറങ്ങി. രാവിലെയായി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കേൾസൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് എണീറ്റ് അയച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗുണമുണ്ടായിരുന്നില്ല. കേൾസ് ജസ്റ്റ് നമ്മൾ ബണ്ണൊക്കെ കിട്ടിയാലുണ്ടാവില്ലേ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട്, അങ്ങനെയൊരു കേൾസ് ആയിരുന്നു. അതായത് നമ്മൾ മടങ്ങിയിടില്ലേ മുടി, അപ്പോൾ അങ്ങനെയുള്ള കേൾസ് ആയിരുന്നു. അങ്ങനെയുള്ള കേൾസ് ഒന്നും പറയാൻ പറ്റില്ല, അത്ര പോലും ലാസ്റ്റ് ചെയ്യാത്ത. നമ്മൾ മെടഞ്ഞിട്ടാൽ കുറച്ചുകൂടി ടൈം നമ്മൾ ഉണ്ടാവില്ലേ. ഇത് നമ്മൾ ജസ്റ്റ് കോമ്പെടുത്ത് വാരി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കേൾസൊക്കെ പോയി. ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു, കേളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഉണ്ടായിരിക്കുന്നത്. സെറ്റിംഗ് സ്പ്രേ ഒക്കെ വെച്ച് കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് ഇത് വർക്കായേ ഇല്ല. സോക്സ് കേൾസ്, ഇനി ആ സോക്സിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ എൻ്റെ ഹെയറിൻ്റെ കുഴപ്പമാണോ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചറിൻ്റെ കുഴപ്പമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഹെയറിലത് വർക്ക് ചെയ്തില്ല. എൻ്റെ പോലത്തെ ടൈപ്പ് ഓഫ് ഹെയറുള്ള ആൾക്കാർക്ക് അത് വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ സോക്സിൻ്റെ കുഴപ്പമായിരിക്കാം, സോക്സിൻ്റെ മെറ്റീരിയലിൻ്റെ കുഴപ്പമായിരിക്കാം. ഒരു വൂളൻ കൈൻഡ് ഓഫ് സോക്സാണ് ഞാൻ എടുത്തത്. അങ്ങനെ തന്നെയുള്ള എല്ലാ സോക്സും ഉണ്ടാവുക, എനിക്ക് അറിയില്ല, അത് വർക്കാവുന്നില്ല. സോ എൻ്റെ ടൈപ്പ് ഓഫ് ഹെയറുള്ള ആൾക്കാർക്ക് ഇത് വെക്കാം. എൻ്റെ ടൈപ്പ് ഓഫ് ഹെയർ എന്ന് വെച്ചാൽ ഷാമ്പൂ കിട്ടുക നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഹെയറാണ്. പിന്നെ അല്ലാതിപ്പോൾ ഇതിപ്പോൾ കുറച്ചൊരു ഓയിലി ആണ്. ഓയിലി ആയിട്ടുണ്ടാകുമ്പം ഇതുപോലെ കുറച്ചൊരു വേവി കൈൻഡ് ഓഫ് ഹെയറാണ്. എൻ്റെ ഹെയറിൻ്റെ കുഴപ്പമാണോ സോക്സിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ആ പ്രൊസീജിയറിൻ്റെ കുഴപ്പമാണോ എനിക്കറിയില്ല. ഇറ്റ് വാസ് എ ഫ്ലോപ്പ്.